അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വെറും ചോറിലേക്ക് വളരെ ഹെൽത്തിയായ ഒരു പരിപ്പും ചീരക്കറി കേട്ടോ. ചീര നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, കാൽസ്യം, വിറ്റാമിനൊക്കെ ഒരുപാട് ഉള്ളതാണ് ചീര. അപ്പോൾ നമുക്ക് ഇലക്കറികളൊക്കെ എന്നും ഒരു ഡെയിലി കുറേശ്ശെ ഇലക്കറികൾ കഴിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഹെൽത്തിയാണ്. അപ്പോൾ നല്ല പച്ച ചീരയും പരിപ്പും വെച്ചിട്ടില്ലേ നല്ല കട്ടിയുള്ള കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഞാൻ 2 പേർക്കുള്ള കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും കട്ടിയുള്ള കറി നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കാറെന്ന് എനിക്കറിയില്ല. അടിപൊളി ടേസ്റ്റോടുള്ള ഒരു നല്ല വെറും ചോറിലേക്ക്, ചാക്കരി ചോറിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു പരിപ്പും ചീരയും കറിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൊണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ എന്താണെന്ന് പറയാം. രണ്ടാളുകൾക്ക് കൂട്ടാൻ പാകത്തിനുള്ള കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് എളുപ്പം വേകുന്ന പരിപ്പാണ്. അപ്പോൾ ഇത് കഴുകിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് നമ്മൾ അല്ലാതെ വേവിക്കണമെങ്കിൽ അങ്ങനെ വേഗം ഞാൻ കുക്കറിലാണ് ഇട്ട് കൊടുക്കുന്നത്. വളരെ പെട്ടെന്ന് ഒറ്റൊരു വിസിൽ വന്നാൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മീഡിയം, ഇത് പാകത്തെരിവുള്ള മുളകാണ്, മുളക് പൊടി നല്ല എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ചിട്ട് കൊടുക്കണം. പിന്നെ വലിയ ജീരകം 1/4 ടീസ്പൂൺ തന്നെ ഇല്ല കേട്ടോ, അത്രയും കുറച്ച് വലിയ ജീരകം ഇട്ട് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കറിയിൽ പിന്നെ വറ്റി കിട്ടാൻ പണിയാവും, പരിപ്പ് വേവേറും ചെയ്യും. അപ്പോൾ വളരെ കുറച്ച് വെള്ളം, ഒരു പച്ചമുളകും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാൻ പോകുന്ന ഒറ്റ വിസിൽ വന്നാൽ മതി. നമ്മൾ കുറച്ച് കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് ചീരയുടെ ഇല ഇടാൻ പാടുള്ളൂ കേട്ടോ. കൂടുതൽ ചീരയുടെ ഇല ഇട്ടാൽ നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ചീരയുടെ ഇലയുടെ കുത്ത് കൂടുതൽ ചുവ വരുമ്പോൾ നമുക്ക് ടേസ്റ്റ് തോന്നില്ല. എല്ലാം പാകത്തിന് പാടുള്ളൂ. കുറച്ച് പരിപ്പ്, ഞാനിപ്പോൾ 25 ഗ്രാം പരിപ്പിലേക്കാണ് ഇത്രയും ചീര ഇടുന്നത്. വളരെ കുറച്ച് ചീരയുള്ളൂ. ഇങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് നല്ല രുചികരമായ കറി ഉണ്ടാകുക കേട്ടോ. അതുപോലെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്തരുത്. വെളുത്തുള്ളി ചേർത്താതെ വെക്കുന്ന കറിക്ക് പ്രത്യേക രുചിയുണ്ട്. നമ്മളെല്ലാ കറിയിലും വെളുത്തുള്ളി ചേർത്താൻ പാടില്ല. ഈ പരിപ്പ്, ചീര, അതുപോലെ മുരിങ്ങ പരിപ്പ് ഇങ്ങനെ വെക്കുന്നതിൽ നിങ്ങൾ വെളുത്തുള്ളി ചേർത്താതെ കറി വെച്ചുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും ചീര ഞാൻ കഴുകി വൃത്തിയാക്കി നമ്മൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. വലിയ ഇലയാകുമ്പോൾ നമുക്ക് അത് ഒന്ന് ചെറുതാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത്രയാണ് ഇപ്പോൾ ഇതിലേക്ക് അരിഞ്ഞിട്ട്, ഇതിൻ്റെ ഇല മാത്രം ഇടാൻ പാടുള്ളൂ കേട്ടോ. തണ്ടിട്ട് കഴിഞ്ഞാൽ രസമില്ലായിട്ടല്ല, നമുക്കതിനൊരു പ്രത്യേക രുചി തന്നെയായിരിക്കും. അപ്പോൾ വെറും ഇല മാത്രം പരിപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ നമ്മളിത് ചെറുതായി കട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയൊക്കെ പെട്ടെന്ന് തന്നെ ഒരു വിസിൽ വന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ചാക്കരിച്ചോറിലേക്ക്, അതുപോലെ കുത്തരിച്ചോറിലേക്ക്, ഇതിലേക്കൊരു മീൻ വറുത്തത് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ, അതല്ലെങ്കിൽ ഒരു മീനും ഇറച്ചിയോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു ഉപ്പേരിയൊക്കെ കൂട്ടി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത്രയും ചീരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ അരക്കുന്ന തേങ്ങ ഇതാണ് കേട്ടോ. ഒരു ചെറിയ മുറി തേങ്ങ ചിരവിങ്ങാണ്ട് നല്ല കുറുന്നനെ അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ നല്ല കട്ടിയിൽ ഇതിലേക്കൊരു 4 ചെറിയ ഉള്ളി, ചെറിയ ചുമന്ന ഉള്ളിയും കൂടി തൊലിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് കട്ടിയിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്, മിക്സിയിൽ അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കറി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് കുക്കറിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഒരു നല്ല പോലെ വെന്തലിയരുത് കേട്ടോ. പരിപ്പ് വേവും വേണം, എന്നാൽ നല്ല പോലെ ഉടഞ്ഞ് കലങ്ങി പായസം പോലെ ആവരുത്. അതുകൊണ്ടാണ് ഒരു വിസിൽ വന്നാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനിതൊരു കുക്കറിൽ നിന്നും ഒരു ചട്ടിയിലേക്ക് മാറ്റി. ഇനി ആദ്യം നമ്മൾ ചീര ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് തിളപ്പിക്കണം. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക, അല്ലാതെ കുറേ വേവിച്ചെടുക്കല്ല. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ തിളച്ചാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മൾ ആ ചീരയുടെ ഇലയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. എന്നിട്ടാണ് നമ്മളുടെ തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കറി, കട്ടിയുള്ള കറി നമുക്ക് ആവണമെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇതിൽ കണ്ടില്ല, നിങ്ങൾ തീരെ വെള്ളമില്ല, ഇത് വളരെ കുറച്ച് കറിയാണ്. ഇനി കൂടുതൽ കറിയാണ് വേവിക്കുന്നതെങ്കിൽ അതിലേക്ക് കൂടുതൽ പരിപ്പിടണം, അതുപോലെ കൂടുതൽ വെള്ളം ഒഴിക്കണം, പിന്നെ ചീരയുടെ ഇലയ്ക്ക് കൂടുതലിടണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2-3 പേർക്ക് മാത്രം കഴിക്കാനുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ചീര ഒന്ന് തിളച്ചു, എല്ലാ ഭാഗവും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത്രയും മതി. അപ്പോൾ തന്നെ ചീര വേവായി കിട്ടും, ഹാഫ് വേവായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കുറുക്കി അരച്ചെടുത്ത തേങ്ങ ഒഴിച്ച് കൊടുക്കുകയാണ്. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ സമയം തിളപ്പിക്കരുത്. എല്ലാ ഭാഗവും ഒന്ന് ജസ്റ്റ് തുള്ളിയാൽ മാത്രം മതി കേട്ടോ.
അപ്പോഴാണ് നമ്മുടെ കറി നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാവുക. നല്ല കട്ടിയുള്ള കറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വെറും ചോറിലേക്ക് നല്ല ചാക്കരി ചോറിലേക്കും കുത്തരിയിലേക്കും ഒക്കെ ഒഴിച്ചുങ്ങാണ്ട് കഴിച്ച് നോക്കേണ്ടി അടിപൊളി ടേസ്റ്റിന് കറി. അപ്പോൾ കണ്ട നമ്മുടെ കറിയുടെ കട്ടി ഇത്രയും കട്ടിയുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. തേങ്ങയെല്ലാം ഒഴിച്ചു. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആ മിക്സിയുടെ ജാറിൽ വളരെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചുവറ്റിയിട്ട് നമ്മളിതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാ ഭാഗവും ഒന്ന് തുള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഇല്ല എങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. കറക്റ്റ് എരിവും കറക്റ്റ് ഉപ്പ് രുചിയും എല്ലാം നമ്മളിത് എല്ലാം കറക്റ്റാണ്. ഞാനെല്ലാം രുചിച്ച് നോക്കിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, നമ്മുടെ ചുമന്ന ഉള്ളി, ആ ഉള്ളി മൂപ്പിച്ച് എണ്ണയിൽ വറുത്ത് കറിവേപ്പിലയും കണ്ടോ ഈ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് തുള്ളാനേ പാടുള്ളൂ കേട്ടോ. നല്ലപോലെ കുറേ സമയം തിളപ്പിക്കരുത്. തേങ്ങ എപ്പോഴും നമ്മൾ കറിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഏത് കറിയിലായാലും കുറേ സമയം തേങ്ങ തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗം തുള്ളിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം. എന്നാലുള്ളൂ ആ കറി, അല്ലെങ്കിൽ വെള്ളം വിട്ട കറി പോലെ നിൽക്കും, തേങ്ങ ഊറി വരും. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ ഇപ്പം ഞാൻ ഒരു ചട്ടി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ കറി മൂപ്പിച്ചെടുക്കാൻ ഉള്ളി വറുത്തിടാൻ അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ ചുമന്നുള്ളി അത്യാവശ്യം ഇട്ട് കൊടുത്ത് അടിപൊളി ടേസ്റ്റ് കാരണം കേട്ടോ. കൂടുതൽ ഇടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്, ഏകദേശം മൂപ്പാവാനായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളക് അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷണലാണ്. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാനും ഒരു ഭംഗിയായിരിക്കും, ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ മൂപ്പായി ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് കറിവേപ്പില, നമ്മുടെ ഇല ഇട്ടതുകൊണ്ട് കറിവേപ്പില ഇടണം നിർബന്ധമൊന്നുമില്ല, എന്നാലും കറിവേപ്പില ഇട്ടാൽ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. 2 വറ്റൽമുളക് ഞാനുണ്ടാക്കിയ പരിപ്പും ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റോടെ നല്ല കട്ടിയുള്ള കറിയായി നമുക്ക് വെറും ചോറിലേക്ക്, ചാക്കരി ചോറിലേക്ക്, കുത്തരി ചോറിലേക്ക് ഒക്കെ കഴിക്കാൻ പറ്റും. ഇനി ചപ്പാത്തിയിലേക്ക് വേണമെങ്കിൽ അത് കഴിക്കട്ടോ. നമ്മൾ ഇലകളൊക്കെ ഇട്ട് വെക്കുന്ന കറികൾ നല്ല കട്ടിയിലുണ്ടാക്കിയാൽ അതിന് അടിപൊളി ടേസ്റ്റ് തന്നെയുണ്ട്. നല്ല കട്ടിയിലുണ്ടാക്കണം. നേരെ മറിച്ച് നമ്മൾ വെള്ളം മുട്ട കറിയാകുമ്പോൾ നമുക്ക് ചോറിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അത് അത്ര ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ കട്ടിയിലുള്ള ഒരു കറി ഉണ്ടാക്കി നോക്കുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്കിൻ്റെ ചിഹ്നത്തിലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.